പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് വലിയ അനുഗ്രഹങ്ങളും നന്മകളും സൗഖ്യവും ഒക്കെ നമുക്ക് നൽകാനായിട്ട് പോവുകയാണ്. വചനത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. സുഭാഷിതങ്ങൾ 6-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമത് ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ 7-ാമത് ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായിട്ട് കരുതുകയാണ്. കർത്താവ് വെറുക്കുന്ന ഈ 6 കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്, മനുഷ്യൻ്റെ ചില നിലപാടുകളാണ്, മനുഷ്യൻ്റെ ചില ചെയ്തികളാണ്. ദൈവത്തിന് അത് ഇഷ്ടമില്ല, ദൈവം അത് വെറുക്കുന്നു, കർത്താവ് അത് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായി രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇവിടെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുകയാണ്. ഗർവ് കലർന്ന കണ്ണ്. നമ്മുടെ കണ്ണുകളിലൂടെയുള്ള നോട്ടം അല്ലെങ്കിൽ കണ്ണിൻ്റെ ഭാവം, നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരം, ഗർവ്, ധാർഷ്ട്യം, അതൊക്കെ നമ്മുടെ കണ്ണുകളിലൂടെ വെളിപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കരുണയോടെ നോക്കാൻ പറ്റും, ദയാപൂർവം നോക്കാൻ പറ്റും. അതേ കണ്ണുകൾ കൊണ്ട് തന്നെ മനുഷ്യൻ ഗർവ് നിറഞ്ഞ നോട്ടം, അഹങ്കാരത്തിന് നോട്ടവും, അത് ഒരിക്കലും പാടില്ല. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല ഗർവ് നിറഞ്ഞ കണ്ണുകളെ. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 22-23 വചനങ്ങൾ. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. അത് നമ്മുടെ കണ്ണാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക്. അത് നമ്മുടെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ, അതായത് കണ്ണുകൊണ്ട് മ്ലേച്ഛത കാണുക, അശുദ്ധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോവുക, ഗർവോടെ നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ണ്, ഈ കണ്ണ് നിൻ്റെ ശരീരത്തെ മലിനമാക്കും. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് നിൻ്റെ കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും. എന്ന് പറഞ്ഞാൽ നിൻ്റെ ശരീരം മഹത്വമേറിയ ശരീരമായിട്ട് മാറുകയാണ്. അത് നിൻ്റെ കണ്ണുകൾ നിൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ മൊത്തം ഇരുട്ടല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. ആ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക, കണ്ണിൻ്റെ കാഴ്ച, അത് നമ്മൾ കണ്ണുകൊണ്ട് എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു, ഇത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ കണ്ണുകൾ നമ്മളെ പാപത്തിലേക്ക്, അശുദ്ധിയിലേക്കും ആസക്തിയിലേക്കും നയിക്കാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെ ആ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സുകളിൽ പതിയുകയും നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ അശുദ്ധമായി നമ്മുടെ ശരീരം മൊത്തം ഇരുണ്ടതായിട്ട് മാറുകയും ചെയ്യും. കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ വെളിച്ചം
നഷ്ടമാകും. നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ നീ പ്രകാശിക്കുന്ന വ്യക്തിയായിട്ട് മാറും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. അത് നിൻ്റെ കണ്ണ് നിന്നെ അന്ധകാരത്തിലേക്ക്, നാശത്തിലേക്ക്, സാത്താൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കാനിടയായ ഒരു സംഭവം, ഒരു കുട്ടി ഇങ്ങനെ മൊബൈലിൽ ഗെയിം കളിച്ച് അവസാനം ആത്മഹത്യ ചെയ്തു. അങ്ങനെ പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗെയിമിന് അടിമയായിട്ട് മാറുകയാണ്. ചില പ്രത്യേകതര ഗെയിമുകൾ അതിലൂടെ മനുഷ്യജീവനെ പൊലിയുകയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ അടിമത്വത്തിലേക്ക് നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കണ്ണാണ്. കണ്ണുകൊണ്ട് കാണുന്നു, കളി ആരംഭിക്കുന്നു, അത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു, അതിൻ്റെ അടിമത്വത്തിലാകുന്നു. അവസാനം അതിൻ്റെ പരിണിത ഫലം മരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതുപോലെ പല സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് നമ്മുടെ കണ്ണാണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന, സാത്താൻ്റെ അടിമത്വത്തിലേക്ക് നയിക്കുന്ന, പൈശാചിക ബന്ധനത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവം. കണ്ണുകളുടെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ജീവിതത്തിൻ്റെ അഹന്ത. ഈ കണ്ണിനെ കർശനമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. കണ്ണിൻ്റെ കാഴ്ച അത് അശുദ്ധിയുടെ കാഴ്ചകൾ ആകുവാനായിട്ട് പാടില്ല. കണ്ണുകൾക്ക് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, അല്ലെ ടെലിവിഷൻ, അല്ലെ സിനിമകൾ, ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരിയേറെ അശുദ്ധിയൊക്കെ നമ്മിലേക്ക് കടന്നു വരാനുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ നമ്മൾ ബുദ്ധിപൂർവം കണ്ട് അവയെ അടയ്ക്കണം. നമ്മുടെ ഉള്ളിലേക്ക് അശുദ്ധി കടന്നു വരുന്ന ഒരു കാഴ്ചകളും കാണാതിരിക്കുവാനായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ശക്തമായ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം. നിൻ്റെ കണ്ണ് നിന്നെ നാശത്തിൽ എത്തിക്കരുത്. ഗർവ് കലർന്ന കണ്ണ് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കണ്ണുകളിലൂടെ, ആ നോട്ടത്തിലൂടെ കരുണയും സ്നേഹവും ഒക്കെ ഒഴുകട്ടെ. വ്യാജം പറയുന്ന നാവ്, വ്യാജം പറയുന്ന നാവ് അടുത്ത പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വ്യാജം പറയുക, അതായത് നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു പാപത്തിൻ്റെ ഒരു വഴിയാണ് നാവിൻ്റെ പാപങ്ങൾ. നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതേക്കുറിച്ച് യാക്കോബ് ശ്രീയുടെ ലേഖനത്തൊക്കെ പറയുന്നുണ്ട്. നാവ് തീയാണ്, നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണെന്നൊക്കെ വചനം പറയുന്നുണ്ട്. നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നാവ് നമ്മളെ നാശത്തിലേക്ക് നയിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായം, പ്രഭാഷകൻ 23-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പാപിയുടെ പതനത്തിൻ്റെ കാരണം അവൻ്റെ ചുണ്ടുകളാണ്. പാപി അധപ്പതിക്കുന്നു, അവൻ നാശത്തിലേക്ക് പോകുന്നു. അതിൻ്റെ കാരണം അവൻ്റെ ചുണ്ടുകളാണ്. അവൻ്റെ ഈ ചുണ്ടുകൊണ്ട്, നാവ് കൊണ്ടാണ് കള്ളം പറയുന്നു, നുണ പറയുന്നു, ചീത്ത വിളിക്കുന്നു, അശ്ലീലം പറയുന്നു, ശപിക്കുന്നു, വിമർശിക്കുന്നു, അപവാദം പറഞ്ഞു വരുത്തുന്നു, കുറ്റം വിധിക്കുന്നു. അങ്ങനെ നാവിൻ്റെ പാപങ്ങൾ കൊണ്ട് നാവും ചുണ്ടുകളും നിറഞ്ഞിരിക്കുക. പാപിയുടെ പതനത്തിൻ്റെ കാരണം അവൻ്റെ ചുണ്ടുകളാണ്, അവൻ്റെ നാവാണ്. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ചീത്ത വിളിക്കുക. പല ആളുകളുമുണ്ട് ചീത്ത പറയുക, നാവ് കൊണ്ട് അശ്ലീലം പറയുക, ഭാര്യയെ ചീത്ത വിളിക്കുക, മക്കളെ ചീത്ത വിളിക്കുക, അല്ലെ കള്ളു കുടിച്ചിട്ട് അല്ലെ മദ്യപിച്ചിട്ട് ലഹരിയിൽ വായി വരുന്ന ചീത്ത വാക്കുകളൊക്കെ പറയുക. ഇത് ചെയ്യുവാനായിട്ട് പാടില്ല. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. അത് ചീത്ത പറയുന്നവനും അഹങ്കാരിയും അടിതെറ്റി വീഴും. അഹങ്കാരി അവൻ തറപറ്റും. ആരൊക്കെ അഹങ്കരിച്ചിട്ടുണ്ടോ, അഹങ്കാരത്തിൽ ജീവിച്ചിട്ടുണ്ടോ, അവരൊക്കെ നിലംപറ്റ തകർന്നു പോയിട്ടുണ്ട്. നമ്മൾ ഒന്നിനെപ്പറ്റിയും
അഹങ്കാരിക്കാനായിട്ട് പാടില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ, പിന്നെ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? നിൻ്റെ ബുദ്ധിയും കഴിവും എല്ലാം ദൈവം ദാനമായിട്ട് നൽകിയതല്ലേ? എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നാവുകൊണ്ട് നീ പറയുന്നത്. പലരും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നാവുകൊണ്ട് പറയാറുണ്ട്. അത് ചെയ്യരുത്. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത്. ആണയിടരുത്. ദൈവത്തെ കൊണ്ട് ആണയിടരുത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമം, പ്രത്യേകിച്ച് യേശുവിൻ്റെ നാമത്തെ കൊണ്ട് ഒരിക്കലും കള്ളസത്യം ചെയ്യാനോ ആണയിടുവാനോ പാടില്ല. അത് വലിയ തെറ്റ് തന്നെയാണ്. ഈ നാവ് നിന്നെ പൂർണ്ണമായിട്ടും തകർച്ചയിൽ എത്തിക്കും. നാവിനെ കർശനമായി നിയന്ത്രിക്കുക. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടേത് ശരീരത്തിൻ്റെ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കത്തില്ല. അത് ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുക അതൊരിക്കലും പാടില്ലെന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരു വ്യക്തി ആണയിടുന്നുവെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആണയിടുന്നുവെങ്കിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളു മുഴുവൻ അശുദ്ധമായിരിക്കും. അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയാണ് ആണയിടുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. കള്ളസത്യം ചെയ്യുക, സത്യത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുക, കോടതിയിൽ കള്ളസത്യം പറയുക, കള്ളസാക്ഷ്യം കൊടുക്കുക, അല്ലെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി കള്ളസാക്ഷ്യം എടുക്കുക, ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ തലമുറകൾ നശിച്ചു പോകുന്ന പാപമാണത്. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ കടന്നു വരും. കള്ളസത്യം ചെയ്യുന്നവൻ്റെ ഭവനത്തിലേക്ക് ആപത്തുകളും അനർത്ഥങ്ങളും കടന്നു വരും. കള്ളസത്യം ചെയ്യുന്നവൻ ശരിക്കും പിശാചിൻ്റെ അടിമയാണ്. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. അസഭ്യ വാക്കുകൾ പറയുക, അശ്ലീലമായ കാര്യങ്ങൾ, കൂട്ടം കൂടിയിരുന്ന് അശ്ലീല സംസാരങ്ങൾ, മ്ലേച്ഛത നിറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല. അത് നമ്മുടെ നാവിനും അധരങ്ങൾക്കും ചുണ്ടുകൾക്കും കർശനമായിട്ട് നമ്മൾ കാവലേർപ്പെടുത്തണം. നമ്മുടെ സംസാരം നമ്മൾ നിയന്ത്രിക്കണം. എത്രമാത്രം കുറച്ച് സംസാരിക്കാമോ അത്രമാത്രം നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ഒരു ആത്മീയ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് കണ്ണ്, ഒന്ന് നാവ്. ആത്മീയ മനുഷ്യരൊക്കെ പലരും വീണു പോകുന്നു. കണ്ണ് പാപം ചെയ്യുന്നു, നാവും പാപത്തിലേക്ക് നയിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലുള്ളവർ വളരെയേറെ സൂക്ഷിക്കുക. അടുത്തത് പറയുകയാണ്, നിഷ്കളങ്കമായി രക്തം ചൊരിയുന്ന കൈ. നിഷ്കളങ്കമായി രക്തം ചൊരിയുന്ന കൈ. നിഷ്കളങ്ക രക്തം ചുന്തുക. പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞ്, ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിഷ്കളങ്കമായ രക്തം ചൊരിയുന്നവൻ്റെ കൈ, അതാരുമാവട്ടെ, എത്ര ഉന്നത വ്യക്തിയായിക്കൊള്ളട്ടെ, നിഷ്കളങ്ക രക്തം ചുന്തിയാൽ ആ രക്തത്തിന് ദൈവം കണക്ക് ചോദിക്കും. യെശയ്യാ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം, അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും, ഉദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടാവത്തില്ല. ഉദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടാവുകയില്ല. ഉദരഫലം, ഉദരത്തിലുള്ള ശിശു
ദൈവം ജന്മം നൽകിയ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനോട് അവർ ദയ കാണിക്കത്തില്ല, കരുണ കാണിക്കത്തില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ലോകത്തെ കാണുവാൻ, സൂര്യവെളിച്ചം കാണുവാൻ ഈ ഭൂമിയിൽ പിറക്കാത്ത കുഞ്ഞുങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മരിച്ചു പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ, അത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിക്കുന്ന കൈകൾ, അതിന് കൂട്ടുനിൽക്കുന്നവർ ആ വലിയ പാപത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വചനങ്ങൾ. മന്ത്രവാദം, അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ, നിഷ്ഠൂരമായ ശിശുഹത്യ. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യക്കുരുതിയുടെ കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അപൂർവമായിട്ടൊക്കെ കേൾക്കാറുണ്ട്, ശിശുക്കളെ കൊല്ലുക. മനുഷ്യക്കുരുതി നടത്തി മാംസരക്തങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേച്ഛ ആചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് മനസ്സായി. നിസ്സഹായരായ കുഞ്ഞുങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കാൻ പോലും ആ കുഞ്ഞിനാവില്ല. ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ നിഷ്കരുണം വധിച്ച മാതാപിതാക്കന്മാർ, അതിന് കൂട്ടുന്നവർ ഈ നിഷ്കളങ്ക രക്തത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ വചനം പറയുന്നു, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്നവൻ്റെ കൈ ദൈവത്തിന് ഇഷ്ടമല്ല. അടുത്തത്, ദുഷ്കൃത്യങ്ങൾ നിരക്കുന്ന ഹൃദയം. ദുഷ്കൃത്യങ്ങൾ, ദുഷിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ നനയ്ക്കുകയാ, കരുതുകയാ. മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ നശിപ്പിക്കാം, മറ്റുള്ള സൽപ്പേര് എങ്ങനെ തീർത്തു കളയാം, മറ്റുള്ളവരെ എങ്ങനെ ഇല്ലാതാക്കാം, ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ചില ആത്മീയ മനുഷ്യർ എന്ന് തോന്നുന്നവർ പോലും ഇങ്ങനെ ചെയ്യുന്നവരാണ്. പുറമേ ആധ്യാത്മികതയൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളിൽ തിന്മ നനയ്ക്കുന്നവർ, മറ്റുള്ളവരെ നിരന്തരമായിട്ട് അപമാനിക്കുന്നവരും ദ്രോഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത് പാടില്ല. അടുത്തത്, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. തിന്മയുടെ വഴി തേടിപ്പോകുകയാണ്. മദ്യശാല തേടിപ്പോകുന്നു, വ്യഭിചാര കേന്ദ്രങ്ങൾ തേടിപ്പോകുന്നു, പാപത്തിൻ്റെ അഴുക്കുചാലുകൾ തേടിപ്പോകുന്നു, ഗുണ്ടാ സംഘങ്ങളുടെ കൂടെ ജീവിക്കുന്നു, എന്ത് അകൃത്യങ്ങൾ ചെയ്തു കൂട്ടാനും മടിയില്ലാതെ ജീവിക്കുന്നു. പാദങ്ങൾ തിന്മയുടെ വഴിയിലേക്ക് പോവുകയാണ്. അങ്ങനെ എത്രയോ പേരാണ് നിരന്തരം പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ വഴികളുടെ നിരന്തരമായിട്ട് ജീവിക്കുന്നവരും കടന്നു പോകുന്നവരും. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതും ദൈവത്തിന് ഇഷ്ടമല്ല. അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. കള്ളസാക്ഷ്യം പറയുക ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കള്ളസാക്ഷ്യം. ഇന്നും അങ്ങനെ ചിലരുണ്ട്, കോടതികളിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കള്ളസാക്ഷിയായിട്ട് നിന്ന് കള്ളസാക്ഷ്യം പറയുക, വിശുദ്ധ ഗ്രന്ഥങ്ങളെ തൊട്ട് കള്ളം പറയുക. ഇതൊരിക്കലും ചെയ്യരുത്. കള്ളസാക്ഷ്യം നമ്മൾ കൊടുക്കരുത്, കള്ളം പറയരുത്. കള്ളസാക്ഷ്യം ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് ദൈവസന്നിധിയിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. കർത്താവ് പറയുകയാണ്, 6 കാര്യങ്ങൾ എനിക്ക് വെറുപ്പാണ്. 7ാമത് ഒന്നുകൂടി മ്ലേച്ഛമായിട്ട് ഞാൻ കരുതുന്നു. 7ാമത്തെ കാര്യം ഇതാണ്, സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. നല്ലതായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, അവരുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുക, അവരുടെ കുടുംബങ്ങളെ ചിതറിക്കുക, അവരെ നാശത്തിലേക്ക് എത്തിക്കുക.
അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, അവനെ ദൈവത്തിന് ഇഷ്ടമല്ല. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 7 കാര്യങ്ങളാണ് വചനത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്. നമുക്ക് ഇതിലേതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാം, എല്ലാ പാപവഴി ഉപേക്ഷിക്കാം. കർത്താവായ യേശുവേ, ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. ആഴമായ ഒരു ആത്മവിശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗങ്ങൾ ശരീരത്തെ വിട്ടുമാറട്ടെ. വേദനകൾ ശരീരത്തെ വിട്ടുമാറട്ടെ. നിരാശകളും കഠിനമായ ദുഃഖവും പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോവട്ടെ. ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. ശരീരം സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മസന്തോഷം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.